ഹലോ, ആരെ? ഞാൻ ദേവിക. ചന്ദ്രത്തെ ദേവിക, നന്ദന്റെ ഭാര്യ. മോളെ, സുഖാണോ? സുഖാണ് അങ്കിൾ. അങ്കിളിന് സുഖാണോ? അങ്ങനെ പോകുന്നു മോളെ. മോള് വെറുതെ വിളിച്ചതാ? അങ്കിൾ, അത് മോളോടൊരു കാര്യം ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ? ഞാൻ വെളിയിൽ നിന്ന് ചില ന്യൂസൊക്കെ കേട്ടു. മിളിയെന്ന തനുജ എന്നൊരു പെൺകുട്ടിയുടെ ഇഷ്യൂ. അതിനെക്കുറിച്ച് ചോദിക്കാൻ ഞാൻ പലവട്ടം സിദ്ധുവിനെ വിളിച്ചിരുന്നു. പക്ഷെ അവൻ ഫോൺ എടുത്തില്ല. എന്താ മോളെ പ്രശ്നം? ആരാ ഈ തനുജ? പാവം, അവനെ കൊടുക്കാനായിട്ട് ആരെങ്കിലും ഇറങ്ങി തിരിച്ചതായിരിക്കുമല്ലേ? അപ്പോ ബലരാമൻ അങ്കിൾ ഒന്നും അറിഞ്ഞിട്ടില്ല? മോളെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് അങ്കിൾ. അത് മോളെ, സിദ്ധു ഒരിക്കലും ഇങ്ങനൊരു പ്രവൃത്തി ചെയ്യില്ല. ഒരിക്കലും നിങ്ങൾ സിദ്ധുവിനെ കുറ്റപ്പെടുത്തരുത്, കൈവിട്ട് കളയുകയും ചെയ്യരുത്. പാവൻ എന്തൊക്കെയാ അനുഭവിക്കുന്നേ? ഞാൻ കാരണം കുറെ നഷ്ടങ്ങൾ വന്നു. ഇപ്പോൾ ഇതാ ഇങ്ങനെയും. അച്ഛനൊരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല അങ്കിൾ. ദേവികയെ ഇങ്ങോട്ട്. അങ്കിളിനോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ? പറഞ്ഞു മോളെ. ഞാൻ ചന്ദ്രമതിയ. മോളെ, പ്രഭയുടെ കാര്യം ഓർത്ത് മനസ്സ് നീറുക. സ്വന്തം ഭർത്താവിനെ കുറിച്ച് ഈ രീതിയിൽ കേൾക്കുമ്പോ ഒരു പെണ്ണിനും താങ്ങാൻ പറ്റില്ല. പ്രഭയുടെ കൂടെ നിൽക്കണം. പ്രഭയെ നിങ്ങൾ എല്ലാവരും ആശ്വസിപ്പിക്കണം. ആന്റി, തനുജ ശരിക്കും സിദ്ധാർത്ഥന്റെ മകള് തന്നെ ആയിരിക്കോ? അങ്ങനൊരു പെൺകുട്ടി ഇവിടെ എന്റെ മുന്നിലാ കയറി വരുന്നെങ്കിൽ ഞാൻ ചങ്കു പൊട്ടി മരിക്കും. ഇല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യും. സ്വന്തം ഭർത്താവിന് ഇതുപോലൊരു ബന്ധത്തിൽ ഇങ്ങനൊരു കുട്ടിയുണ്ടെന്ന് അറിഞ്ഞാ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ മോളെ? എന്തായാലും നിങ്ങൾ എല്ലാവരും പ്രഭയെ സപ്പോർട്ട് ചെയ്യണം. ആന്റി, മോളെന്താ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞത്? ഒന്നുമില്ല ആന്റി, ഒന്നുമില്ല. മോൾ ഇങ്ങോട്ട് വിളിച്ചതില് നന്ദിയുണ്ട്. ബന്ധങ്ങൾ അറ്റുപോകാതെ നിർത്താൻ മോക്ക് തോന്നിയല്ലോ. എന്തായാലും നാട്ടിൽ വന്ന ശേഷം പ്രഭയെ കാണുന്നുണ്ട്. ശരി ആന്റി. ശരി മോളെ. അല്ല മോളെ, ബാലുവിന്റെ കൊടുക്കണോ? വേണ്ട ആന്റി, പറഞ്ഞാ മതി. ശരി മോളെ. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.